നമസ്കാരം. രാജ്യത്ത് കോടിക്കണക്കിന് വരുന്ന ഗാർഹിക LPG ഉപയോക്താക്കൾ, പ്രത്യേകിച്ചും ഇന്ത്യൻ HP, ഭാരത് ഗ്യാസ് എന്നീ കമ്പനികളുടെ സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട അതിപ്രധാനമായ ചില പുതിയ നിബന്ധനകളെക്കുറിച്ചാണ് ഈ അറിയിപ്പ്. നിലവിൽ സോഷ്യൽ മീഡിയ വഴിയും വാട്സപ്പ് വഴിയുമൊക്കെ തന്നെ ഗ്യാസ് ബുക്കിംഗ് സംവിധാനങ്ങളെക്കുറിച്ച് നിരവധി തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എല്ലാവരും തന്നെ വളരെ ഗൗരവത്തോടു കൂടി കാണുക. മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഗ്യാസ് സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതിനും അത് കൈപ്പറ്റുന്നതിനും സർക്കാർ പുതിയ സമയക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ഒരു സിലിണ്ടർ ലഭിച്ചു കഴിഞ്ഞാൽ അടുത്ത സിലിണ്ടറിനായിട്ട് 45 ദിവസത്തെ ഇടവേള നിർബന്ധമാണ്. അതായത് നിങ്ങൾ അവസാനമായിട്ട് സിലിണ്ടർ വാങ്ങിയ തീയതി മുതൽ 45 ദിവസങ്ങൾ പൂർത്തിയാകാതെ അടുത്ത ബുക്കിംഗ് നടത്താൻ സാധിക്കില്ല. അതേസമയം നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ഈ സമയപരിധി 25 ദിവസമാണ്. ഈ നിശ്ചിത കാലയളവ് പൂർത്തിയാകാതെ നിങ്ങൾ ഓൺലൈൻ വഴിയോ നേരിട്ടോ ബുക്ക് ചെയ്താലും വിതരണക്കാരൻ നിങ്ങളുടെ വീട്ടിൽ സിലിണ്ടർ എത്തിക്കുന്ന സമയത്ത് അവരുടെ സിസ്റ്റത്തിൽ വെരിഫിക്കേഷൻ പരാജയപ്പെടുകയും ഡെലിവറി തടസ്സപ്പെടുകയും ചെയ്യും. അതിനാൽ തന്നെ ബുക്കിങ്ങിന് മുൻപ് നിങ്ങളുടെ അവസാന റീഫിൽ തീയതി അത് കൃത്യമായി പരിശോധിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇനി രണ്ടാമതായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാട്സാപ്പ് ബുക്കിംഗ് സംവിധാനങ്ങളെക്കുറിച്ചുള്ള വ്യക്തതയാണ്. അതായത് വാട്സാപ്പ് വഴി ബുക്ക് ചെയ്യുന്നത് വളരെ ലളിതമായിട്ടുള്ളൊരു പ്രക്രിയയാണെങ്കിൽ പോലും നമ്മൾ ആദ്യമേ പറഞ്ഞ ആ 45 ദിവസം അല്ലെങ്കിൽ 25 ദിവസത്തെ സമയക്രമീകരണം അവിടെയും ബാധകമാണെന്ന കാര്യം പലരും മറന്നുപോകുന്നു. പലപ്പോഴും വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്തുവെന്ന് കരുതിയിരുന്നാലും നിങ്ങളുടെ അപേക്ഷ നിരസിക്കപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മുൻപ് നിലവിലുണ്ടായിരുന്ന ടോൾ ഫ്രീ നമ്പറുകളൊക്കെ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഗ്യാസ് കമ്പനികളുടെയൊക്കെ തന്നെ ഔദ്യോഗിക ആപ്പുകൾ വഴിയോ ബുക്ക് ചെയ്യുന്നതാണ് കൂടുതൽ സുരക്ഷിതം. അനാവശ്യമായി വാട്സാപ്പ് നിർദ്ദേശങ്ങൾ അയച്ച് സമയം കളയുന്നതിനേക്കാൾ നമ്മുടെ ഏജൻസി നൽകിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ചാനലുകൾ വഴി മാത്രം ബുക്ക് ചെയ്യാനും റീഫിൽ ഹിസ്റ്ററി പരിശോധിക്കാനും ശ്രദ്ധിക്കുക. ഏജൻസികളിൽ നേരിട്ട് പോയി സിലിണ്ടറുകൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരും ഈ സമയപരിധി പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം അവിടെ ചെന്നാലും സിലിണ്ടർ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായേക്കാം. ഇനി അടുത്തതായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ PM ഉജ്ജ്വൽ യോജന പദ്ധതിക്ക് കീഴിൽ ഗ്യാസ് കണക്ഷൻ എടുത്തവർക്കുള്ള പ്രധാന അറിയിപ്പാണ്. ഉജ്ജ്വൽ യോജന ഗുണഭോക്താക്കൾക്ക് നൽകി വരുന്ന സബ്സിഡി നിർത്തലാക്കി എന്ന തരത്തിലുള്ള വാർത്തകൾ തീർത്തും അടിസ്ഥാനരഹിതമാണ്. നിലവിൽ ഇത്തരത്തിലുള്ള കണക്ഷൻ ഉള്ളവർക്ക് ഒരു സാമ്പത്തിക വർഷത്തിൽ 9 സിലിണ്ടറുകൾ വരെ സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നതാണ്. ഓരോ സിലിണ്ടറിനും 300 രൂപ വീതമാണ് സബ്സിഡി തുകയായിട്ട് ലഭിക്കുന്നത്. ഇത് അർഹരായിട്ടുള്ള സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമാണ്. എന്നാൽ ഈ ആനുകൂല്യം തുടർന്നും ലഭിക്കണമെങ്കിൽ ഉപയോക്താക്കൾ തങ്ങളുടെ കണക്ഷൻ വിവരങ്ങളൊക്കെ തന്നെ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. സാധാരണ ഗ്യാസ് കണക്ഷൻ ഉള്ളവരും ഉജ്ജ്വല യോജന ഉപഭോക്താക്കളും ഒരുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം KYC അപ്ഡേഷനാണ്. അതായത് സബ്സിഡി തുകകൾ മുടക്കമില്ലാതെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നതിനും കണക്ഷൻ ആക്റ്റീവായിട്ട് നിലനിർത്തുന്നതിനുമൊക്കെ ആയിട്ട് ഇത് അത്യന്താപേക്ഷിതമാണ്. ഇനി ഈ KYC പൂർത്തിയാക്കുന്നതിനെക്കുറിച്ച് പലർക്കും ഇപ്പോഴും വലിയ ആശങ്കകളുണ്ട്. സത്യത്തിൽ ഇത് വളരെ ലളിതമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. മുൻപ് ഒരിക്കൽ KYC പൂർത്തിയാക്കിയവർ വീണ്ടും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ഇതുവരെ ചെയ്യാത്തവർ ഉടൻ തന്നെ ഈ നടപടി പൂർത്തിയാക്കേണ്ടതാണ്. നിങ്ങളുടെ ഗ്യാസ് ബുക്ക്, അതോടൊപ്പം തന്നെ ആധാർ കാർഡ്, ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള സജീവമായിട്ടുള്ള ആക്റ്റീവായിട്ടുള്ളൊരു മൊബൈൽ നമ്പർ എന്നിവയുമായിട്ട് അടുത്തുള്ള ഗ്യാസ് ഏജൻസിയിലോ അംഗീകൃത ഓൺലൈൻ സേവന കേന്ദ്രങ്ങളിലോ എത്തിയാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കും. ഇനി ഏജൻസിയിൽ പോകാൻ സാധിക്കാത്തവർക്ക് സ്വന്തം സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ചും വീട്ടിലിരുന്ന് തന്നെ നിങ്ങളുടെ KYC പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ്. ഇതിനായിട്ട് നിങ്ങളുടെ ഗ്യാസ് വിതരണ കമ്പനിയുടെ, അതായത് ഇന്ത്യൻ ആയിക്കോട്ടെ, HP ആയിക്കോട്ടെ, ഭാരത് ആയിക്കോട്ടെ, അവരുടെ ഔദ്യോഗിക ആപ്ലിക്കേഷനും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ആധാർ ഫേസ് RD എന്ന ആപ്ലിക്കേഷനും ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. ഫേസ് ഒതൻറ്റിക്കേഷൻ വഴി വളരെ വേഗത്തിൽ ഈ KYC പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ സംശയങ്ങൾക്കും വിശദമായിട്ടുള്ള വീഡിയോകളൊക്കെ തന്നെ അറിയാനായിട്ട് ഗ്യാസ് വിതരണ കമ്പനികളുടെ YouTube ചാനലുകൾ നിങ്ങൾ സന്ദർശിക്കുക. അത് കണ്ട് മനസ്സിലാക്കി തെറ്റുകൂടാതെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അത് ഗ്യാസ് കണക്ഷൻ ഉടമ മരണപ്പെട്ട സാഹചര്യത്തിലുള്ള നടപടികളാണ്. കണക്ഷൻ ആരുടെ പേരിലാണോ ഉണ്ടായിരുന്നത് ആ വ്യക്തി മരണപ്പെട്ടാൽ ഉടൻ തന്നെ ഓണർഷിപ്പ് ചേഞ്ച് അഥവാ ഉടമസ്ഥാവകാശം മാറ്റുന്നതിനുള്ള അപേക്ഷ നൽകേണ്ടതാണ്. മരണപ്പെട്ട വ്യക്തിയുടെ പേരിൽ KYC പൂർത്തിയാക്കാൻ സാധിക്കില്ല എന്നതിനാൽ തന്നെ കുടുംബത്തിലെ മറ്റൊരു വ്യക്തിയുടെ പേരിലേക്ക് കണക്ഷൻ മാറ്റിയ ശേഷം മാത്രമേ പുതിയ ഉടമയുടെ പേരിൽ ഈ KYC നടപടികൾ പൂർത്തിയാക്കാനായിട്ട് സാധിക്കൂ. ഇത്തരത്തിൽ ഉടമസ്ഥാവകാശം മാറ്റുമ്പോൾ നിലവിലുള്ള സബ്സിഡി ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ കൃത്യമായിട്ടുള്ള രേഖകൾ സമർപ്പിക്കേണ്ടതുണ്ട്. കൂടാതെ നിങ്ങളുടെ ഗ്യാസ് കണക്ഷനുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ നിലവിൽ ആക്റ്റീവ് ആണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. നമ്പർ മാറിയിട്ടുണ്ടെങ്കിൽ പുതിയ ആക്റ്റീവായിട്ടുള്ള നമ്പർ ഏജൻസിയിൽ നൽകി അത് അപ്ഡേറ്റ് ചെയ്യേണ്ടത് OTP ലഭിക്കുന്നതിനും ബുക്കിംഗ് വിവരങ്ങളൊക്കെ തന്നെ അറിയുന്നതിനും വളരെ പ്രധാനമാണ്. ചുരുക്കത്തിൽ ഗ്യാസ് വിതരണ നിയമങ്ങളിലൊക്കെ തന്നെ വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ലെങ്കിലും സമയക്രമീകരണവും KYC നടപടികളും കർശനമായിട്ട് പാലിക്കേണ്ടതുണ്ട്. സിലിണ്ടർ ബുക്ക് ചെയ്യുന്നതിന് മുൻപ് നിശ്ചിത ദിവസങ്ങൾ കഴിഞ്ഞോ എന്ന് ഉറപ്പുവരുത്തുന്നത് വഴി നിങ്ങൾക്ക് വിതരണക്കാരുമായിട്ടുള്ള തർക്കങ്ങളും ഡെലിവറി തടസ്സങ്ങളും ഒഴിവാക്കാൻ സാധിക്കും. ഉജ്ജ്വല യോജന ഉപഭോക്താക്കൾ തങ്ങളുടെ സബ്സിഡി ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനായിട്ട് ഈ KYC വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കേണ്ടതാണ്. ഈ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ നിങ്ങൾ എല്ലാവരിലേക്കും മാക്സിമം ഷെയർ ചെയ്ത് നൽകുക. ഇതുപോലുള്ള കൂടുതൽ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.